വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പൊട്ടാറ്റോസാണ്. ഈ ഒരു സൈസിലുള്ള 2 എണ്ണവും പിന്നെ ഒരു സ്മോൾ സൈസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു 3-4 പീസാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് നീളത്തിൽ കട്ടാക്കി എടുക്കാം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നിങ്ങൾ കട്ടാക്കി എടുക്കുക. ഈ ഒരു സൈസിലാണ് കട്ടാക്കി എടുക്കേണ്ടത്. അതുപോലെ നമുക്ക് ബാക്കിയും കൂടെ കട്ടാക്കി എടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതവിടെ മുഴുവനായിട്ട് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാഷ് ചെയ്തെടുക്കണം. ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകുന്നത് വരെ 2-3 തവണ ആയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം മൊത്തമായിട്ട് പോയതിന് ശേഷം ഞാനിത് ഒരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഈർപ്പൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ നമുക്കൊരു ടവലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, ആ ഈർപ്പം മൊത്തം ഒന്ന് തുടച്ച് കളയണം. അപ്പോൾ ഞാനിത് അവിടെ ഒരു ടവലാണ് എടുത്തിട്ടുള്ളത്. ആ ടവൽ വെച്ചിട്ട് ഞാൻ മൊത്തം ഒന്ന് ഒപ്പി അതിൻ്റെ ആ ഈർപ്പൊക്കെ മൊത്തമായിട്ട് എടുക്കുകയാണ്. ഇനി പൊട്ടാറ്റോ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിത് അവിടെ ഒരു 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ അല്ല. ബോൺലെസ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. ഇത് ബോണോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈവച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കരുത്. ഒരു 2-3 മിനിറ്റ് 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വറുത്തെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മെൽറ്റായി പോവും. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് ചെറിയ പാത്രമായതുകൊണ്ടും നമുക്കൊരു 3-4 തവണയായിട്ട് വറുത്ത് കോരേണ്ടി വരും. അപ്പോൾ ഞാനൊരു 4 ബാച്ചായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്ന് മാറ്റേണ്ടത്. അപ്പോൾ ഇതിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളൊന്ന് ഒരു കയ്യിൽ വെച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് പരസ്പരം ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഇത് ഒട്ടിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് കോരിയെടുത്ത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത്രത്തോളം തന്നെ മതിയാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതാ ഞാൻ ഈ 4 ബാച്ച് ഞാനിതൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക, എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം.
ഇതൊരുപാട് അങ്ങ് ഞെരിച്ച് കരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബോൺലെസ് ചിക്കൻ ആയുള്ളൊരു എളുപ്പമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്കതൊന്ന് അതുപോലെ തന്നെ കട്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇനി ഞാനിതാ ഇവിടെ ഒരു ചെറിയ പാത്രത്തിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു കാഷ്യൂവിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സോക്കായി വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റണം. അപ്പം മൊത്തം ചിക്കനും ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ടൊന്ന് മയണീസ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എഗ്ലെസ് ആയിട്ടുള്ള മയണീസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടേക്ക് കുറച്ച് പാല് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ ഞാൻ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് കുറേശ്ശെ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് വന്നതിന് ശേഷം ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് ഒറ്റൊന്ന് തന്നെ ധാരാളമായിരിക്കും. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് വരിക. അപ്പോൾ അതാ എനിക്ക് വേണ്ട ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ടൈറ്റ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ലൂസാണെങ്കിൽ ലൂസാക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം. ഈ തൽക്കാലം എനിക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്രയേ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഒന്നുകിൽ വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ ഒഴിക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ നീരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് ഇതുപോലെ ചെറുതാക്കിയിട്ടും അതല്ല നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത്ര ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രൈസിൻ്റെ കൂടെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ചൊരു ചിക്കനും കൂടെ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി തന്നെയാണ് കട്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതാ മൊത്തം ചിക്കനും ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ പണി കൂടെ ഉള്ളൂ. ഇനി മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിന് ഞാനിതാ അവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ആ പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ചിക്കന് കട്ടാക്കി എടുത്തിട്ടുള്ള ചിക്കന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മൊത്തമായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസിലേക്ക് കുറച്ച് ഒറിഗാനോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസുമാണ്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് നമുക്ക് എത്ര ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് റെഡിയാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.